ഫാറ്റി ലിവറിൽ പ്രധാനമായിട്ട് 2 സ്റ്റേജ് ഉണ്ട്. അത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റേറ്റോസിസ്, അല്ലെങ്കിൽ വെറുതെ ഫാറ്റ് ഉണ്ട് പക്ഷേ ലിവറിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് അഷ്വർ ചെയ്യാം, നിങ്ങൾ പേടിക്കണ്ട, ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി. അതേസമയം അടുത്ത സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഫാറ്റ് വന്നു കഴിഞ്ഞു, അതിൻ്റെ പുറത്തൂടെ നീര് വീഴ്ച വരുന്നു. അതിനെ നമ്മൾ പറയുന്നത് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ നാഷ് എന്ന് പറയും. ആ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 20% പേര് ഡെഫിനറ്റായിട്ടും സിറോസിസ് ലിവറിലേക്ക് പോകും. അപ്പോൾ ആ സ്റ്റേജ് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും റെഗുലർ ഫോളോ അപ്പും ചികിത്സയും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 2 സ്റ്റേജ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യമേ തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനം അവെയർനെസ്സാണ്. രോഗിയോട് നമ്മൾ പറഞ്ഞ് സംസാരിച്ച് അവർക്ക് ഈ അസുഖം എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത് മരുന്നുകൾ കൊടുക്കുന്നു. അത് മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ മരുന്നുകൾ അവൈലബിലിറ്റി കുറവാണ്, എന്നാലും കൊടുക്കാം. ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ എന്താണ് അണ്ടർലൈങ് കണ്ടീഷൻ. അവരിപ്പം ഒബീസാണ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമിത വണ്ണമുള്ളവരാണെന്ന് വിചാരിക്കുക, അപ്പോൾ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ചികിത്സ. രണ്ടാമത് പ്രമേഹ രോഗികളാണെന്ന് വിചാരിക്കുക, പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ. മൂന്നാമത് അതിമത രക്തമുള്ള ആൾക്കാർക്കാണ് ഫാറ്റി ലിവർ വരുന്നതെങ്കിൽ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ബേസിക്കലി ജീവിതശൈലി രോഗമായിട്ടാണ് നമ്മളിപ്പോൾ ഫാറ്റി ലിവറിനെ കാണുന്നത്. അങ്ങനെ ആകുമ്പോൾ ജീവിതശൈലികൾ മാറ്റുക എന്നുള്ളതാണ് നാച്ചുറലി ചികിത്സ. അമിത വണ്ണമാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ണം കുറയ്ക്കണം, നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റിലേക്ക് വരണം. ഇതിന് ഒരു ചെറിയ ഫോർമുല ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ 70 കിലോ ഉണ്ടെങ്കിൽ അയാൾക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു 10 കിലോഗ്രാം അയാൾക്ക് കൂടുതലാണ്. ഈ 10 കിലോ അല്ലെങ്കിൽ ആ 10% വെയിറ്റ് ലോസ് അടുത്ത 1 വർഷം കൊണ്ട് കുറയ്ക്കുകയാണെങ്കിൽ അയാൾ ഫാറ്റി ലിവർ റിവേഴ്സബിൾ ആവും. രണ്ടാമത്തെ സ്റ്റേജിൽ കിടക്കുന്ന ഫാറ്റി ലിവർ 1ാമത്തെ സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് 10% വെയിറ്റ് ലോസ് കുറയ്ക്കുക. അത് വെയിറ്റ് ലോസ് കുറച്ചാൽ മാത്രം പോരാ, ഈ 10% കുറച്ച് കൊണ്ടുവന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അതും വളരെ പ്രധാനമാണ്. അപ്പോൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഈ ഫാറ്റി ലിവറിന്. പിന്നെ ചില മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന വിറ്റമിൻ ഇ, omega-3 ഫാറ്റി ആസിഡ്സ്, അൾസോഡിയോക്സികോളിക് ആസിഡ്, ഇങ്ങനെയുള്ള ചില മരുന്നുകളാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ പുതുതായിട്ട് സെറോഗ്ലിറ്റസാർ, സെമാഗ്ലൂട്ടൈഡ്, ഇങ്ങനെ ചില മരുന്നുകൾ ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. എന്തായാലും മരുന്നുകളെക്കാളും കൂടുതൽ ജീവിതശൈലി മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. നമുക്ക് ഇന്ന് ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഫാറ്റി ലിവർ ഒരു നിശബ്ദ വില്ലനാണ്. അതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഫാറ്റി ലിവർ സംശയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് എത്തുകയും ബാക്കി ടെസ്റ്റുകൾ ചെയ്യുകയും നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പുകൾ, തുടർച്ചയായിട്ടുള്ള മെഡിസിനുകൾ എല്ലാം വളരെ പ്രധാനമാണ്. താങ്ക് യു.